ശരി കഥ അടച്ച് മണ്ടലത്തെ കഥ ഓ ഭയങ്കരം കേട്ടോ. ചോറ് വരാൻ വെച്ചോ? എന്റെ മനുഷ്യ, നമ്മൾ അടുക്കളയിൽ വരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ബുദ്ധിയാണ്. ഓക്കെ, നമ്മൾ ചോറ് വാരാൻ വെച്ചിട്ട് വേണം പാത്രം കഴുകാൻ. അപ്പൊ ആ സമയം കൊണ്ട് ചോറ് വാലുകയും ചെയ്യും, പാത്രം കഴുകുമ്പോൾ ചോറെടുത്ത് കഴിക്കാം. ഇത് പാത്രം എല്ലാം കഴുകി തൂത്തുടച്ച് വെച്ചിട്ട് ചോറ് വാലാൻ വെച്ചാൽ ചോറ് വാലാൻ സമയമെടുക്കും, പിന്നെ കഴിക്കാൻ സമയമെടുക്കും. ഇതൊന്നും അറിയത്തില്ല, ഇങ്ങനെ കുറിഞ്ചി തറ നടക്കുന്നുണ്ട് പാത്രം. എനിക്കും ഇല്ല, അതെനിക്ക് മനസ്സിലായി. അടുക്കളയിൽ ഒന്നിച്ച് വന്നാ എന്ത് എന്നെ ഇങ്ങനെ അടുപ്പത്തെ ഇളക്കാനുണ്ടേ വന്ന് ഇളക്കിയിട്ടൊരു പോക്ക് പോവും. അതല്ല കുക്കിംഗ്. ഇനി അടുക്കള വരുമ്പോ ഒരു നോട്ട് പാടും കൊണ്ട് മോൻ പറയണം. ഞാൻ പറയുന്നൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. കുട്ടി ഒത്തിരി പഠിക്കാനുണ്ട് കുട്ടാ. എനിക്കോ ഇപ്പൊ റമദാനായിട്ട് ഞങ്ങൾക്ക് ഒന്നെങ്കിൽ റമദാൻ പേയ്മെന്റ്, അതല്ലെങ്കിൽ ബാക്കപ്പ്. ഞാൻ എന്നാലും കാശ് ഒത്തിരി സമ്പാദിച്ചിട്ടെത്തിനാ, കാരണവന്മാരായിട്ട് ഒത്തിരി സമ്പാദിച്ച് കൂട്ടുണ്ടോ ഞാൻ ബാക്കപ്പ് എടുത്തത്. എനിക്ക് ആഴ്ച 2 ദിവസമൊക്കെ ജോലിയുള്ളൂ. എന്തേ ഇഷ്ടപ്പെടുന്നില്ല. ഈ മാസം ആകെ 10-12 ദിവസം ഉള്ളൂ. 12 ഇല്ലെന്ന് തോന്നുന്നു ജോലി. നമ്മളോ? അതാരാ? ജസ്റ്റ് നോട്ട് പാഡ് എടുത്ത് എഴുതിക്കോ. ഇനി ഇത്ര കണിക്കാൻ തന്നെ ഇരിക്കുന്നത്. ചിരി നിർത്തത ഞാൻ പറയാം. ആ തല പോയി കബോർഡിട്ട് അടിക്കരുത്, കബോർഡ് അടച്ചു വെക്ക്. എന്നെ ഇവിടെ ആരെങ്കിലും ചിരിക്കണ്ടോ എല്ലാം പറഞ്ഞോ? മേലൊക്കെ നീ പോയി വിശ്രമിച്ചോ. ഉള്ള കാലത്തെ വല്ലതും ഉണ്ടാക്കാനും വെച്ച് വിളമ്പാനൊക്കെ പഠിച്ചാൽ ജീവിക്കാം കേട്ടോ. എന്നെ പോലുള്ള പെൺപിള്ളേരൊക്കെ വംശനാശം വന്നു ഇനി ഇല്ല. നിങ്ങളെ മോനെ പഠിപ്പിച്ചേര്. നിന്നെ ഒന്ന് ആണെന്ന് പറയുന്ന വർഗത്തിനെ വിശ്വസിക്കാൻ കൊള്ളുകയല്ല. ഭാര്യയുടെ പുക കാണാൻ നോക്കിയിരിക്കും അടുത്തവരെ കെട്ടാൻ. നീ സേഫ് ആണെന്ന് എനിക്കറിയാം, എന്നാലും ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോ എന്റെ വീഡിയോയുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഇത് എങ്ങനെ വന്ന് 2 പാത്രമായിട്ട് നിൽക്കും. ആൾക്കാർ വിചാരിക്കും ഭയങ്കര കഴിക്കാന്ന്. രാവിലെ കാപ്പിയുടെ പാത്രം കഴുകുന്നേ കാണുന്നേ.